ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 338 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത SV കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുകയും അനുഭവം പങ്കുവെക്കുകയും ചെയ്യുന്നത് ഡോക്ടർ കല്യാണിക്കുട്ടിയാണ്. ഡോക്ടർക്ക് സാദരം സ്വാഗതം. സായിരാം. ഇന്നിവിടെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല ഒരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ഡോക്ടർ കല്യാണിക്കുട്ടി ഒരു 3 ഓംകാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് ഭഗവാന്റെ വാണി വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്തിട്ട് ചെയ്താൽ നന്നായിരിക്കും. സായിരാം. സായിരാം. ഓം 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 സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. സായിരാം. അവതാരവാണി. ഈശ്വര സൃഷ്ടിയുടെ രഹസ്യം അന്വേഷിക്കുമ്പോൾ മാത്രമേ ദൈനംദിന ജീവിതത്തിലുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ കഴിയൂ. ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ മനുഷ്യ ശരീരം സ്വീകരിക്കുന്നു. വിഷതുല്യമായ കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. ശരീരം സ്വാദിഷ്ടമായ ഫലം സ്വീകരിക്കുന്നു. പുറത്തു കളയുന്നത് ദുർഗന്ധപൂരിതമായ മലവും. അതുപോലെ മനുഷ്യൻ പവിത്രമായത് മാത്രം സ്വീകരിക്കുക, അപവിത്രമായത് വർജിക്കുകയും ചെയ്യണം. പക്ഷേ കലിയുഗ സ്വാധീനത്താൽ മനുഷ്യൻ തിന്മ സ്വീകരിക്കുന്നു, നന്മ ഉപേക്ഷിക്കുന്നു. തന്നുള്ളിലുള്ള സഹജമായ ദിവ്യതയെ തിരിച്ചറിയുവാൻ കഴിയാതെ അവൻ സത്യധർമ്മ തത്വങ്ങൾക്കെതിരായ പാത സ്വീകരിക്കുന്നു. വിരിഞ്ഞ പൂക്കളെല്ലാം കായയാകുന്നില്ല, ഉണ്ടായ കായകളെല്ലാം പാകമായി പഴുക്കുന്നുമില്ല. ഫലം പക്വമായാൽ അത് ഉടനടി താഴെ വീഴുന്നു. മനുഷ്യ ജീവിതത്തിന്റെ കഥയും ഇതുപോലെ തന്നെ. പക്ഷേ ശരീരത്തിന്റെ താത്കാലിക സ്വഭാവത്തെ കുറിച്ച് അറിയുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു. അവൻ താൻ നേടിയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും അഹങ്കരിക്കുകയാണ്. ഭൗതിക സുഖഭോഗങ്ങളിൽ മോഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതാകട്ടെ നിന്ദ്യമായ താത്കാലികമായ ആനന്ദം മാത്രം ഉറപ്പാക്കുന്നു. അമൂല്യമായ ശരീരം ലൗകിക സുഖങ്ങൾ നേടുന്നതിനായി ദുരുപയോഗം ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമയമാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്നിവ ക്ലോക്കിലെ സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി എന്നിവ പോലെയാണ്. ഈ 3 സൂചികളും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിശ്ചിത സമയം വരുന്നത് എപ്പോഴെന്ന് ഒരുവനും അറിയില്ല. പ്രപഞ്ചം മുഴുവനും കാന്തികോർജം കൊണ്ട് പൂരിതമാണ്. പച്ചപ്പുൽമേട് പശുക്കളെ ആകർഷിക്കുന്നു. വിടർന്നു നിൽക്കുന്ന പൂക്കൾ തേനീച്ചയെ ആകർഷിക്കുന്നു. അമ്മ കുഞ്ഞിനെ ആകർഷിക്കുന്നു.
ഈ ആകർഷണത്തിന്റെ ആഴം അറിയുവാൻ നിങ്ങൾ പ്രാപ്തരല്ല. മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ, പ്രാണികൾ തുടങ്ങിയവ പോലും തമ്മിൽ ആകർഷണ ബലമുണ്ട്. കാന്തികോർജം ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുകയില്ല. കാന്തിക ശക്തിയും ആറ്റോമിക് ശക്തിയും ഒന്നു തന്നെയെന്ന തെറ്റായ ധാരണ ഏറെക്കാലം ശാസ്ത്രജ്ഞന്മാർ പുലർത്തിയിരുന്നു. വൈകിയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞത്. മനുഷ്യ ശരീരത്തിൽ അടിമുടി ഈ കാന്തിക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യനിൽ അനവധി അദൃശ്യമായ ശക്തികളുണ്ട്. അതീത ശക്തി എന്ന് അവ അറിയപ്പെടുന്നു. ഊർജം അനന്തവും അപരിമിതവും അതൊരിക്കലും സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നതല്ലെന്നും ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാം. ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ ഈ ഊർജത്തിന്റെ പ്രകൃതം അറിയുവാനായി അന്വേഷണം നടത്തുന്നു. ഒടുവിൽ അവരൊരു നിഗമനത്തിലെത്തി. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് സൈക്കോട്രോണിക് പവറിലാണ്. ഇതിനെ ബയോപ്ലാസ്മിക് പവർ എന്നും വിളിക്കും. ഇത് മനുഷ്യ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഞരമ്പുകളിലും ഉണ്ട്. മനുഷ്യ മനസ്സിന് ഈ ശക്തിയുടെ പ്രകൃതം ഗ്രഹിക്കാനാവില്ല. അതിനെ അജ്ഞാത ശക്തി എന്ന് വിളിക്കുന്നു. ഈ ശക്തികളെ നഗ്ന നേത്രങ്ങൾക്ക് കാണാനാവില്ല. ഈ ശക്തി കൊണ്ടാണ് മാതാ സീതയ്ക്ക് ഗംഭീരമായ ശിവധനുസ് ചെറുവിരൽ കൊണ്ട് ഉയർത്തുവാൻ ചെറുപ്പത്തിൽ കഴിഞ്ഞത്. അപ്പോഴാണ് ജനക മഹാരാജാവ് ഇങ്ങനെ തീരുമാനമെടുത്തത്: എന്റെ പുത്രി തുല്യ ശക്തിയുള്ളവനെ മാത്രമേ സ്വീകരിക്കൂ. ദിവ്യതയും അതീത ശക്തിയും തമ്മിലുള്ള ഉറ്റബന്ധം മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ഭഗവാൻ ശ്രീരാമനെ മിഥിലാപുരിയിലേക്ക് കൊണ്ടുവരികയും വിവാഹം നടത്തുകയും ചെയ്തു. ശാസ്ത്രജ്ഞന്മാർ ദ്രവ്യത്തെക്കുറിച്ചും ഊർജത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് കേൾക്കാം. പക്ഷേ സത്യത്തിൽ ഊർജം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ദ്രവ്യരൂപത്തിൽ നിലനിൽക്കുന്നത് എന്തും കാലം ചെല്ലുമ്പോൾ ഊർജമായി പരിണമിക്കും. അതീത ശക്തിയുടെ മഹനീയത, ഗാംഭീര്യം എന്നിവയെക്കുറിച്ച് ആർക്കും വിശദീകരിക്കുവാൻ കഴിയില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ശക്തി വാക്കിനും മനസ്സിനും അതീതമാണ്. അവയ്ക്ക് ഇതിനെ വിശദീകരിക്കാനാവില്ല. ഇത് ശരീര മനോബുദ്ധികളുടെ ശക്തിയേക്കാൾ അതീതമാണ്. ആരാണ് ഈ ഊർജം സൃഷ്ടിച്ചത്? ആരുടെ നിയന്ത്രണത്തിലാണ് ഈ ശക്തി? ആരുടെ കൈകളിലാണ് ഈ ശക്തിയുള്ളത്? ആർക്ക് ഈ ശക്തിയെ മൂർത്തീകരിക്കുവാനും വെളിപ്പെടുത്തുവാനും കഴിയും? ഈ ശക്തിയുടെ മൂർത്തീകരണത്തിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദിവ്യ പരിവർത്തനം നടത്തുവാൻ സാധിക്കും. ഇപ്പോൾ മുതൽ അത്തരം മാറ്റങ്ങൾ നടക്കുവാനായി സ്വാമി ആഗ്രഹിക്കുന്നു. എപ്പോൾ, എവിടെ, എങ്ങനെ ഈ ശക്തി സ്വയമേവ മൂർത്തീകരിക്കുമെന്ന് പറയുക അസാധ്യം. ഈ ശക്തിയുടെ മഹത്വം വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളിൽ താല്പര്യം ഉണരുകയില്ല. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് സൂപ്പർ ഹ്യൂമൻ ഡിവൈൻ പവറാണ്. നിങ്ങൾ ഇതിന് വളരെ വേഗം സാക്ഷിയാകാനായി പോകുന്നു. ഇതാണ് സ്വാമിയുടെ ഇന്നത്തെ അവതാരവാണി. സായിരാം. സായിരാം ഡോക്ടറെ, അനുഭവങ്ങൾ പറഞ്ഞോളൂ. കുറെ ഉണ്ടല്ലോ. സായിരാം. അത്ര അധികമൊന്നും ഇല്ല. സായിരാം. ഞാൻ സ്വാമിയിലേക്ക് ആകർഷിക്കപ്പെട്ടത് 2000-ന്റെ തുടക്കത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും, എൻ്റെ അമ്മ, അച്ഛൻ, എൻ്റെ ഹസ്ബൻഡ്, കുട്ടികളെല്ലാവർക്കും അവിടെ പർത്തിയിൽ പോകാനും സ്വാമിയുടെ ദർശനം ലഭിക്കാനും സാധിച്ചു. അത് ഒരു പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ അത് 3 എനിക്ക് പറയാൻ പറ്റും. അത് ഒന്ന് മെയിനായിട്ടുള്ളത് മനസ്സിന്റെ പരിവർത്തനമായിരുന്നു. രണ്ടാമത് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ അനുഭവങ്ങൾ. മൂന്നാമതായിട്ട് എൻ്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. എൻ്റെ മനസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ തങ്കം ഉരുക്കി പാകപ്പെടുത്തുന്നത് പോലെ സ്വാമിയെ കണ്ടതിന് ശേഷം ഒരു സാധാരണ മനസ്സിന്റെ ചാബല്യങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഇപ്പോഴത്തെ എൻ്റെ മനസ്സിന്റെ നിലയിലേക്ക് ആയത്
സ്വാമിയെ കണ്ടതും സ്വാമിയുടെ സാഹിത്യം വായിക്കുന്നതിലൂടെയും ആയിരുന്നു. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനനുസരിച്ച് ജീവിതാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ അഹം ഇല്ലാതാക്കി പരമാത്മാവിൽ ലയിച്ചു ചേരുക എന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ ജീവിതാനുഭവം വരുമ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ എത്തിക്കുകയാണ് എന്ന് വിശ്വസിച്ച് അതിലൂടെ കടന്നു പോകാനുള്ള ശക്തിയും ഭഗവാൻ തന്നെയാണ് തരുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ധാരാളം അനുഭവങ്ങൾ, തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആത്മീയതയിൽ ഞാൻ വളരെ ചെറുപ്പത്തിലെ അകൃഷ്ടയായിരുന്നു. പരമഹംസ യോഗാനന്ദയുടെ ആത്മകഥ, ഭഗവത്ഗീത ഇതെല്ലാം വായിക്കാനും ചിന്തിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഇഷ്ടമായിരുന്നു. പക്ഷേ ഭഗവാൻ ഈശ്വരനാണ് എന്ന അറിവുണ്ടായതിൽ പിന്നെ ഉണ്ടായ സമാധാനം സീമാതീതമായിരുന്നു. ഒരു അത്താണി കിട്ടി, അത് വളരെ ആശ്വാസപ്രദമായിരുന്നു. അതുവരെ ഒരു ചിത്രശലഭത്തിനെ പോലെ എവിടെയൊക്കെ ആത്മീയതയെ പറ്റി പറയുന്നുവോ അവിടെയൊക്കെ പോകാനും കേൾക്കാനും ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു സമാധാനത്തിലാണ്. ഭഗവാൻ എത്രമാത്രം ലളിതമായാണ് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു തന്നത് എന്ന് പറയാൻ വയ്യ. അത് നമുക്ക് ഭഗവാന്റെ ദിവസം തോറുള്ള സാധന, ഭഗവാന്റെ ലിറ്ററേച്ചർ വായിക്കുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലായി ഗ്രഹിക്കാൻ സാധിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഗാംഭീര്യം മനസ്സിലായത്. അത് ഇപ്പോൾ ദിവസേന സ്നേഹാമൃതധാര എന്ന ഗ്രൂപ്പിലൂടെ ഒരു ദിവസ സാധനയായി തുടരുന്നുണ്ട്. നമ്മുടെ ആത്മീയത ഒരു പൂ വിരിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ദോശ മൊരിഞ്ഞു വരുന്നത് പോലെയോ സാവധാനത്തിൽ, സമയക്രമത്തിൽ, വളരെ സാവധാനം താനെ സംഭവിക്കുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നാൽ അത് തന്നെ സംഭവിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം. നമ്മളിലുള്ള പരിവർത്തനം നമ്മുടെ മനസ്സിന് ഭഗവാന് വിട്ടുകൊടുക്കുമ്പോൾ എന്തും വരട്ടെ, ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മനസ്സിനെ ഭഗവാന് വിട്ടുകൊടുക്കുമ്പോഴാണ് ആ പരിവർത്തനം നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരിൽ 84 മുതൽ തൃശ്ശൂരിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അപ്പോൾ ഒരു 2000 എനിക്ക് കൊടകരയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ജോയിൻ ചെയ്യാനുള്ള ഒരു ക്ഷണം കിട്ടി. അപ്പോൾ എനിക്ക് ഡൈലമയിലായി. എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ എടുത്ത് പോകാവുന്ന ദൂരം ഉള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഒരു 23 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകണം. അത് വേണോ വേണ്ടയോ എന്ന് വളരെയധികം ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ ഞാൻ ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് തുളസിയില 3 പ്രാവശ്യം താഴെയിട്ട് പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യവും ഭഗവാൻ പോവാനായിട്ടുള്ള അനുവാദമാണ് എനിക്ക് തന്നത്. അങ്ങനെ ഞാൻ കൊടകരയിലേക്ക് പോയി, അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ അവിടെ സായി സമിതിയായിട്ട് എനിക്ക് വളരെയധികം അടുപ്പമുണ്ടായി. അന്ന് അവിടെ സായി സമിതിയിലെ പ്രസിഡന്റ് ആയിരുന്ന മനോഹർ മേനോന്റെ വീട്ടിലാണ് സായി ഭജനയും പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സായി സമിതിയും മനോഹർ മേനോനും അവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ധാരാളം ക്യാമ്പ്സ് സംഘടിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷൻ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നത് അവരാണ്, പബ്ലിസിറ്റി കൊടുക്കുന്നത് അവരാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ക്യാമ്പ് നടത്തും, തിരിച്ചു പോരും. അപ്പൊ ക്യാമ്പിൽ അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ അവർ കഞ്ഞി കൊടുത്തിരുന്നു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ആ ക്യാമ്പ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറെ നാൾ സർവീസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ എനിക്ക് തന്നു. അതിനുശേഷം ഷൊർണൂര് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, സായി
പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ തുടങ്ങിയപ്പോൾ 2008 തുടങ്ങിയത്. ആ സമയത്ത് വീണ്ടും അവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ അവിടെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ പോയിട്ട് സർവീസ് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള അനുഗ്രഹവും ഭഗവാൻ തന്നിട്ടുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഭഗവാന്റെ മെഡിക്കൽ സർവീസിന് ഭഗവാന്റെ ബർത്ത്ഡേക്ക് അനുബന്ധിച്ച് പുട്ടപ്പർത്തിയിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിലും പോകാനായി പറ്റി. അടുത്തതായിട്ട് എനിക്ക് പിന്നെ SRB ബ്ലോക്കിൽ സ്ക്രീനിങ് സർവീസിന് പോകാനായിട്ട് 4 ദിവസത്തെ സ്ക്രീനിങ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനും പോയി ഈ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് കൂടുതലായിട്ട് ഭഗവാന് സർവീസ് ചെയ്യാൻ സാധിക്കണേ എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് സാധിപ്പിച്ചു തന്നു ഭഗവാൻ. പറയുമ്പോൾ എൻ്റെ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു, മുട്ടിന്. പക്ഷെ ആ സമയത്ത് അവിടെ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ എനിക്ക് പോകാനായി സാധിച്ചില്ല, ബർത്ത്ഡേയുടെ ക്യാമ്പിന് പോകാനായി സാധിച്ചില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് തൃശ്ശൂരിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ എനിക്ക് തന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. എല്ലാ വ്യാഴാഴ്ചയും, ഭഗവാന്റെ ദിവസമായ എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് അവിടെ പോയിട്ട് സർവീസ് ചെയ്യാനായിട്ട് ഒരവസരം ഭഗവാൻ തന്നിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളാണ്. ഒന്ന്, എനിക്ക് ഞങ്ങള് ഒരു പ്രാവശ്യം കൊടകരയിൽ നിന്ന് വരുമ്പോ ആദ്യമായി എൻ്റെ മോളുടെ കാര്യം പറയാം. ചെറിയ മോള്, അവള് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൃശ്ശൂർ സമിതിയിൽ നിന്ന് ചോറ്റാനിക്കര ഭഗവതിയുടെ ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടാക്കിയിട്ട് അത് പ്രിപ്പയർ ചെയ്ത് അത് അവിടെ പർത്തിയിൽ കളിക്കാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പൊ മോളന്ന് ഇവിടെ ബാലവികാസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അവിടുന്ന് ദേവി മോഹൻ എന്ന ബാലവികാസ് ഗുരു വിളിച്ചിട്ട് മോളെയും കൂടി ഡാൻസിൽ ചേർക്കാൻ പറഞ്ഞു. അങ്ങനെ മോളെയും കൊണ്ട് സമിതിയിൽ പോയി ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവിടെ ഒരു പർത്തിയിൽ പോയിട്ട് ആ ഡാൻസ് അവതരിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ ഒപ്പം കുട്ടികളും ഭഗവാനും എല്ലാം കൂടി നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുക്കാൻ സാധിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങള് കൊടകരയിൽ നിന്ന് ഒരു പ്രാവശ്യം വരുമ്പോ ഞങ്ങള് കാറില് 4 പേരുണ്ടായിരുന്നു. എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഗൈനക്കോളജിസ്റ്റും ഞാനും പിന്നെ ഒരു സ്റ്റാഫും ഡ്രൈവറും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരം പോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോറി ഞങ്ങളുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോറിയും കാറും കൂടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് ഞാൻ കാണുന്നുണ്ട് പിന്നിലിരുന്ന്. അപ്പോ ഇതെന്താണ് ഇങ്ങനെ അടുത്ത് വരുന്നത്? സായിരാം 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 എന്ന് 2-3 പ്രാവശ്യം ഞാൻ ഉറക്കെ വിളിച്ചു. അപ്പോ ആ നിമിഷം ലോറി കാറുമ്മൽ ഇടിച്ച് കാറ് 90 ഡിഗ്രി തിരിഞ്ഞ് ആ ലോറിയുടെ ഫ്രണ്ടിലോട് ചേർന്ന് അങ്ങോട്ട് നിന്ന് ആർക്കും ഒന്നും പറ്റിയില്ല. ഞങ്ങളെല്ലാവരും ഈ ലെഫ്റ്റ് സൈഡിലെ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കാറ് ലെഫ്റ്റിൽ കൂടിയാ പോണേ, ലോറി റൈറ്റിൽ കൂടിയാ പോണത്. അപ്പൊ കാറ് ലെഫ്റ്റിലേക്കാ വീണിരുന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു പാടവും കുണ്ടും ഒക്കെയാണ്. അവിടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യമായിട്ടുള്ള ക്ഷതം സംഭവിച്ചേനെ. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം, ആ സമയത്ത് ഭഗവാനെ വിളിക്കാൻ തോന്നി, അതും ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ഒരു വലിയൊരു ആക്സിഡന്റിൽ നിന്ന് ഭഗവാൻ എനിക്ക് ഒരു സംരക്ഷണം തന്നു. പിന്നെ ഉണ്ടായ വലിയൊരു സംഭവം ഉണ്ടായത് 2016 എൻ്റെ ഹസ്ബൻഡ് എക്സ്പയർഡായി. ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് ഭഗവാനിലുള്ള വിശ്വാസം, ഭഗവാൻ ആത്മീയത എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒരു ടെമ്പററി ആണ് എന്നുള്ള ഒരു
കാര്യം മനസ്സിലായി. ഭൗതികമായിട്ടുള്ളതെല്ലാം ടെമ്പററി ആണ്. അങ്ങനെ നമ്മൾ അതൊരു ഉള്ളിലേക്ക് മനസ്സിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനും എല്ലാ കാര്യങ്ങളിൽ കൂടി കടന്നു പോകാനും എനിക്ക് സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മൂത്ത മകളുടെ കല്യാണം ഉണ്ടാകുന്നത് ഭഗവാന്റെ അഖണ്ഡ ഭജന കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ്. അത് കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മാരേജിന്റെ സമയത്ത് അഖണ്ഡ ഭജന കഴിഞ്ഞിട്ടുള്ള സമിതിയിൽ നിന്ന് ഉള്ള ഭക്തന്മാര് വന്ന് ഭഗവാൻ മോളെ അനുഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ആ മോളുടെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവണത് അത് കോവിഡ് ടൈമിലാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും കുറച്ച് ടെൻഷനിലാണല്ലോ കോവിഡ് ടൈമില്. അപ്പൊ ഞാൻ തപോവനവും ഷിർദി സായി സച്ചരിതവും കൂടി ഒരുമിച്ച് വായിച്ച് ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ച് വായിച്ച് കഴിഞ്ഞ ദിവസം മെയ് 6 ആയിരുന്നു. മെയ് 6 ഒരു തേഴ്സ്ഡേ ആയിരുന്നു അത്. അപ്പൊ അന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അന്ന് ഡെലിവറിയും ഉണ്ടായി. അപ്പോൾ അത് മെയ് 6 ഈശ്വരാംബ ഡേ, അന്നത്തെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ്. അങ്ങനെ അന്ന് ആ ഡെലിവറി ഉണ്ടായത്. പിന്നെ ഉണ്ടാകുന്ന ഒരു അനുഭവം, ഇപ്പോ ഈ രണ്ടാമത്തെ മോളുടെ മാരേജും നടത്തുമ്പോഴും വീട്ടിൽ വെച്ചൊരു ഭജന ചെയ്യാനും ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. ആ ഒരു ഭജനയുടെ സമയത്തും അങ്ങനെ അതും ഒരു അനുഭവമായിരുന്നു. പിന്നെ ഇപ്പോൾ പർത്തിയിൽ പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ പോയി വന്നു കഴിഞ്ഞു. മകന്റെ വിവാഹ സമയമാണ്. അപ്പൊ ആ സമയത്തും അവിടെ പോയി പ്രാർത്ഥിക്കാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതും എല്ലാം ചെയ്യാനായിട്ട് നമ്മൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു തന്നു. ഇത്രയുമെല്ലാമാണ് എനിക്ക് പറയാനുള്ള അനുഭവങ്ങൾ. ഇങ്ങനെ സ്വാമിയുമായിട്ട് നമ്മൾ അടുക്കും തോറും സ്വാമിയുടെ നാമം ചൊല്ലി 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 സ്വാമിയുടെ ഭജനകൾ പാടി സ്വാമിയുടെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ അടുക്കും തോറും ഓരോ പ്രാവശ്യവും സ്വാമിയായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മുടെ ജീവിതത്തിലെ മേജറായിട്ടുള്ള വലിയ സംഭവങ്ങളിലൊക്കെ കാണാൻ പറ്റി. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ അതെല്ലാം ഉണ്ടാവുന്നത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കിട്ടിയത്. ഇങ്ങനെ തന്നെ ഇപ്പോ ഈ പോകുന്ന പോലെ തന്നെ ഭഗവാന്റെ തിരുനാമം ചൊല്ലി ചൊല്ലി ഉരുവിട്ടുകൊണ്ട് മരണം വരെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഭഗവാൻ അത് സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ള അനുഭവങ്ങൾ. സായിരാം. സായിരാം ഡോക്ടറെ. ആ ഡോക്ടർ ആയതിന്റെ ആ ഒരു ഡിസിപ്ലിൻ, അതാണ് ഇത്ര സ്ഫുടമായിട്ടും വളരെ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയാൻ പറ്റിയത്. വളരെ സന്തോഷം. థ్యాంక్ యూ సో మచ్ సాయిరామ్. ఇట్టి విష్ణు స్వరూపమైనటువంటి విషయాన్ని తెల్లవారి మొదలుకొని రాత్రి పరుండనంత వరకు చూస్తూ అనుభవిస్తూ ఆచరిస్తూ ఆనందిస్తూ తిరిగి దైవాన్ని ఆశిస్తూ ఉన్నారు. ఇది ఎంత వెర్రితనం! Right from the time we get up from bed and retire at night, we experience, we visualize, we enjoy the blissful company of Lord, yet we are in search of God. మన చూపులకు గోచరమయ్యేటువంటిదంతా కూడాను దైవ స్వరూపమే. All that we see is divine. మన కర్ణములకు గోచరమయ్యేటువంటి శబ్దం అంతా కూడాను దైవ స్వరూపమే. All the sound is basically divine. మన మనసునందు సంకల్పించేటువంటి ప్రతి సంకల్పం కూడాను దైవ స్వరూపమే. Every thought is prompted by God. హృదయం నుండి ఆవిర్భవించేటువంటి ఆనందమంతయు దైవ స్వరూపమే. Bliss that arises from heart is God. చూచున్నది, విన్నది, అనుభవించినది, ఆనందించినది అంతయు దైవ స్వరూపమే ఉండగా దైవాన్ని చూడాలని ఆశించుకోవటం ఇది ఎంత వెరితనం! What all that we see, hear, experience and enjoy is divine, but నీవు yet we క్షణము కూడా నువ్వు దైవాన్ని దర్శిస్తున్నావు. in fact, moment to moment you see God. కణమునందు కూడా నువ్వు దైవాన్ని నీవు స్పర్శిస్తున్నావు. In every cell there is God. సర్వత్రా దైవంనే నీవు అనుభవిస్తున్నావు. In fact, you experience the divine all over. కానీ అనుభవిస్తున్నాడు.
ఏ చింతతో అనుభవిస్తున్నాడు? విశ్వము అనేటువంటి చింతతో అనుభవిస్తున్నాడు ఈ దైవాన్ని. He experiences God, but with what feeling? It is the feeling towards the world. విశ్వమే విష్ణు స్వరూపం అనేటువంటి సత్యాన్ని తాను గుర్తించుకోలేకపోతున్నాడు. He is not able to recognize the basic fact that the universe is the manifestation of God. విశ్వమంతయును విష్ణు స్వరూపమే అని తలుచుకుంటే తప్పక నీకు విష్ణు స్వరూపం గోచరిస్తుంది. When once you know that the universe is God, you will be able to experience the divinity. భావం తత్ భవతి. నీ భావమును పురస్కరించుకొనియే నీ యొక్క దర్శనం కూడాను ఆ స్వరూపాన్ని ధరిస్తుండాలి. As is the feeling, so is the visualization of the divinity. ప్రేమ స్వరూపులారా, Embodiments of love. సర్వత్రా నిండినది దైవమే. God is all pervasive. ఇందు కలడందులేనని సందేహం వలదు. You don't need to doubt that God is here and చక్రి not there. సర్వోపగతుండు, ఎందెందు వెతకి చూచిన అందందే గలడు. God is present everywhere. Wherever you search for him, you will find him there. ఇట్టి దైవత్వాన్ని అన్వేషించడానికి తగినటువంటి కృషి ఇది కేవలము అజ్ఞానమనే చెప్పాలి. Attempt to search for God is a sign of ignorance. అయితే నీ ప్రకృతి దృష్టిని మార్పు చేసుకొని పరమాత్మ దృష్టిని హృదయమునందు ఉంచుకో. However, you have to change your temperament and attitude, keeping God in view. పరమాత్మ భావం చేతనే ప్రకృతిని నీవు దర్శించు. With godly feeling, experience the world. అప్పుడే సర్వము విష్ణుమయం జగత్ అనేటువంటి రూపొందుతుంది. Then you will understand that God pervades everywhere. ഡോക്ടറെ ഒരു ഭജന പാടാം. സായിരാം. ശീതള ചരണം കോമള ചരണം മഞ്ജുള ചരണം മമ ഗുരു ചരണം ശീതള ചരണം കോമള ചരണം മഞ്ജുള ചരണം മമ ഗുരു ചരണം മൃദുല ചരണം അനുഗ്രഹ ചരണം മൃദുല ചരണം അനുഗ്രഹ ചരണം സദ്ഗുരു ചരണം സദാ സ്മരാമി സദ്ഗുരു ചരണം സദാ സ്മരാമി പ്രേമദാത സായി ഗുരുനാഥ പ്രേമദാത സായി ഗുരുനാഥ പാവന ചരണം സദാ ഭജാമി പാവന ചരണം സദാ ഭജാമി ശീതള ചരണം കോമള ചരണം മഞ്ജുള ചരണം മമ ഗുരു ചരണം മൃദുല ചരണം അനുഗ്രഹ ചരണം സദ്ഗുരു ചരണം സദാ സ്മരാമി പ്രേമദാത സായി ഗുരുനാഥ പ്രേമദാത സായി ഗുരുനാഥ പാവന ചരണം സദാ ഭജാമി പാവന ചരണം സദാ ഭജാമി ശീതള ചരണം കോമള ചരണം മഞ്ജുള ചരണം മമ ഗുരു ചരണം. സായിരാം. സായിരാം ഡോക്ടർ. സായിരാം. സായിരാം. സായി ഉപമ ഈശ്വരനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നതാണ് നിങ്ങൾ ആദ്യമായി വളർത്തിയെടുക്കേണ്ട ഗുണം. നിസ്സാരമായ സേവനങ്ങൾ നൽകുന്നവരോട് പോലും ജനങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഈ പഞ്ചഭൂതങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ഈശ്വരനോട് നന്ദി ഉണ്ടാവേണ്ടതല്ലേ? നിങ്ങൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും നടക്കുന്ന ഭൂമിയും ഈശ്വരന്റെ വരദാനമല്ലേ?
ലോകത്തെ വിദ്യുച്ഛക്തി ബൾബുകൾ എല്ലാം കൂടി ഒരുമിച്ച് നൽകുന്നതിലും ഏറെ പ്രകാശം നിങ്ങൾക്ക് നൽകുന്ന സൂര്യനോട് നിങ്ങൾക്ക് നന്ദി വേണ്ടേ? ഒരു നല്ല മഴയിൽ നിന്നും ലഭിക്കുന്ന അത്രയും വെള്ളം നൽകുവാൻ കഴിവുള്ള ഏത് പമ്പാണ് ലോകത്തുള്ളത്? ലോകത്തിലെ ഫാനുകൾ എല്ലാം ഒന്നിച്ചു കറങ്ങിയാലും കാറ്റ് വീശുന്നത് പോലെ ആകുമോ? ഈശ്വരന്റെ ഈ സമ്മാനങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാതെ മനുഷ്യൻ നിസ്സാരമായ കാര്യങ്ങളുടെ പുറകെ പോയി ജീവിതം നഷ്ടമാക്കുന്നു. ഈശ്വരനോടുള്ള കറയറ്റ ഭക്തിയാണ് കൃതജ്ഞത പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പുരാതന കാലം മുതൽ തന്നെ യോഗിവര്യന്മാർ നമ്മെ ഉപദേശിക്കുന്നു. ശരീരം നിങ്ങൾക്ക് വാടകയ്ക്ക് നൽകപ്പെട്ട ഒരു ഭവനമാണ്. ഈശ്വരേച്ഛ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഭക്തി, വിശ്വാസം എന്നീ വാടക നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ വസിക്കാം. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.